കുഞ്ഞോണി അങ്ങനെ അഞ്ചുവിൻ്റെ ഉടുപ്പെടുത്തിട്ടിരിക്കുകയാണ്. ആ പട്ടുപാട ഉടുപ്പും കൊള്ളാമെന്ന് ചോദിക്കേ. കുറച്ച് ബുദ്ധിമുട്ട് ഒഴിവായിട്ടുണ്ട്, മാനേജ് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിനാ കരയുന്നതെന്ന് അറിയത്തില്ലല്ലോ. പെസഹാപ്പം റെഡിയാക്കിയിട്ടുണ്ട്. കേക്കല്ല, അത് പെസഹാപ്പം. പുട്ടുപൊടി, തേങ്ങ, ജീരകം, വെളുത്തുള്ളി. രാവിലെ പണി നടക്കുന്നുണ്ട് പുറത്ത്. ആ പാപ്പ താഴെ ചെല്ല്. പാപ്പ വേണമെങ്കിൽ പാപ്പ താഴെ ചെല്ല്. രാവിലെ പല്ല് കേൾക്കുമായിരുന്നു. ആ മതി മതി. ആ രാവിലെ ഇവിടെ ഉപ്പുമാവാണ്. രാവിലെ ഇന്ന് അഞ്ജുവിന് ഡ്രൈവിംഗ് ലെസൺ ഉണ്ട്. ഇവിടെ അച്ചാച്ചൻ്റെ തല നോക്കുന്ന കുഞ്ഞോണി. അമ്മി ഡ്രൈവിങ്ങിന് പോയി. ഇവിടെ അന്നേരം ഇവിടെ താർക്കാണ്. ഇവിടെ അല്ലിപ്പന്നെ ആ അച്ഛൻ്റെ തല നോക്കിട്ടോ. കുണുങ്ങി പോന്നുണ്ടോ? കുണുങ്ങി ഡാഡിയുടെ കുണുങ്ങി. അവിടെ ഇരുന്ന് കൊടുക്കുക. ആ തല നോക്കട്ടെ. ആ നോക്ക്. അച്ചാച്ചൻ തൻ്റെ കൂടെ ഇരുന്ന് ഇത് കഴിക്കുന്ന എന്തോ കേക്ക്. 5 സീരിയൽ കാണുന്നു. ഉറക്കം വരുന്നു. അഞ്ചു അവിടെ നമ്മുടെ ഡ്രൈവിംഗ് ലെസൺസ് ഒക്കെ പോയിട്ട് വന്നതാണ്. 2 മണിക്കൂർ പറപ്പിച്ചിട്ട് വന്നതാണ്. ഞങ്ങള് പുറത്ത് വരെ പോവാണ്. B&Q വരെ പോവാണ്. നമ്മുടെ മുറ്റത്തിടാനുള്ള സ്റ്റോൺ നോക്കാൻ വേണ്ടി. നേരെ പോയിട്ട് വരാം. അമ്മച്ചിയും കുഞ്ഞുമണിയുടെ അകത്ത് നിൽക്കുന്നു. തിരിഞ്ഞിവിടെ വന്നു. കല്ല് സെലക്ട് ചെയ്തു. ഈ 2 ആപ്പിൾ മരമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ചെറിയ അത് ഇപ്പം മേടിക്കുന്നുണ്ടോ? ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിന് പിയറിന് 24 പൗണ്ട്. ചിലത് നമ്മൾ ഈ കായ്ച്ചതൊക്കെ കിട്ടും കേട്ടോ. 35 പൗണ്ട്. അതാ മറ്റേ ചെറി. അതിനാ പടലോട് ഇതോടുകൂടിയാ പടർന്ന് കയറാൻ വേണ്ടി. ഇവിടെ 2 ടീമുകളിവിടെ. അമ്മച്ചി ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ചപ്പാത്തി വറുത്ത് കളിയാ. ആ മാവ് രണ്ടുപേരുടെ കളിക്കുക ഇവിടെ. ഒരാൾ പിസ്സ ഉണ്ടാക്കുന്നു, ഒരാൾ ചപ്പാത്തി ഉണ്ടാക്കുന്നു. കുഞ്ഞുണി എന്തുണ്ടാക്കുന്നേ? എന്തുണ്ടാക്കുന്നേ? ചപ്പാത്തിയോ? ശുങ്കോടാ? പിസ്സ. ഓ പിസ്സ. അമ്മച്ചി അതുകൊണ്ട് അവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നു. എന്ത് മുട്ടക്കറിക്കാണോ അമ്മ ഇവിടെ വെച്ചേക്കുന്നത്? ശുങ്കു അച്ചാച്ചന്റെ തലയിൽ ഇതാ ചപ്പാത്തി പരത്തുന്നു. കുഞ്ഞുണ്ണി ഒരു ഹായ് പറയൂ. നിക്കറിട്ടിട്ടില്ല. അല്ലല്ല നിക്കറിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ താഴോട്ട് എടുക്കാത്ത കേട്ടോ. ഇതെല്ലാം വെച്ച് ഉരച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. കുഞ്ഞുമണി ഇവിടെ മൊത്തം വരച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. കുഞ്ഞുമണി ഇവിടെ ചപ്പാത്തി കൊണ്ട് ചപ്പാത്തി മാവ് കൊണ്ട് ക്യൂടെക്സ് ഇട്ട് വരുന്നു. അമ്മച്ചി കാണിച്ചിട്ടോ. അമ്മച്ചി ഈ സമയം കൊണ്ട് ഇവിടെ ഒരാൾ വന്നിട്ട് ഉടുപ്പെടുത്തിരുന്നു. അമ്മയുടെ പഴയ മറ്റേ ഏതോ ഒരു ഉടുപ്പാ. മറ്റേ മറ്റേ ഇതെന്തോ അതിൻ്റെ പേര്? പട്ടുപാവാട ഉടുപ്പും. കുഞ്ഞുമണിയുടെ പട്ടുപാവാട ഉടുപ്പ് എന്ത് ചെയ്യേ? പട്ടുപാവാട ഉടുപ്പ് നമുക്ക് വിഷുവിന് ഇടണം കേട്ടോ.
ആ ഇപ്പം നീ അതവിടെ വെക്ക്. വാ ഇങ്ങോട്ട് വാ. ഇനി ഉറങ്ങ്. ആ കുഞ്ഞുമണിയുടെ ഫേവറേറ്റ് ഉടുപ്പാട്ടോ ഈ ചുവമ്പുടുപ്പ്. ഓ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇവിടെ അല്ലാത്തതിന് ഇങ്ങനെ കുറ്റിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളിത് മറ്റേ ഐക്യെന്ന് മേടിച്ച. ഇല്ലെങ്കിൽ വലിച്ചങ്ങ് തുറക്കും. ഇത് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, അപ്പുറത്തേക്ക് പൊട്ടിച്ച് വെച്ചേക്കുക, എന്നാലും പെട്ടെന്ന് തുറക്കത്തില്ല. കുഞ്ഞുമണി അങ്ങനെ അഞ്ചുവിൻ്റെ ഉടുപ്പെടുത്തിട്ടിരിക്കുകയാണ്. ആ പട്ടുപാട ഉടുപ്പ് കൊള്ളാമെന്ന് ചോദിക്കേ, ഇങ്ങോട്ട് നോക്ക്. വൈകുന്നേരം ഒരു ചായ കുടിക്കണം. വൈകുന്നേരം അല്ല, 8 മണി കഴിഞ്ഞു, 8:30 ആവുന്നു. കുഞ്ഞുമണി ഉറങ്ങി. കുഞ്ഞുമണി രാവിലെ ഒന്ന് ഛർദ്ദിച്ച് ചെറിയൊരു പനിക്കോളൊക്കെ ഉണ്ട്, പാരസെറ്റാമോളൊക്കെ കൊടുത്തിട്ട് കിടത്തേക്കുക. താണ്ടെ ശുങ്കു ഇത് പൊട്ടുന്നത്, താണ്ടെ ഇത് പൊട്ടിക്കുന്നു, ഞെക്കി ഇങ്ങനെ പൊട്ടിച്ചിട്ടുള്ള ആരൊക്കെ ഉണ്ട്. ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ്സാണ്, ചുമ്മാ എടുത്തിട്ട് കുത്തി പൊട്ടിച്ചുകൊണ്ടിരിക്കും. ശുങ്കിനെ വണ്ടി ഒന്ന് കാണിച്ചടാ. മുട്ട കാണാനുണ്ട്. ആ 5 നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. ഈ ക്ലോക്കിൽ ടൈം മാറ്റിയിട്ടില്ല, മാറ്റണം. ബാക്കിയെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. ആ നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. നാളെ പെസഹ വ്യാഴമാണ്. നാളെ 5 വൈകുന്നേരം ഇതൊക്കെ ഉണ്ടാക്കും, എന്ത് പെസഹാപ്പം ഉണ്ടാക്കും. നാളെ വൈകുന്നേരം പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒന്ന് പെസഹാപ്പൊക്കെ കഴിക്കണം. വെള്ളിയാഴ്ച ഓഫാണ്, പള്ളിയിൽ പോകണം അല്ലേ? അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നാളത്തെ വ്ളോഗ് കൂടി ഇതിനകത്തുണ്ട്. വ്ളോഗല്ല, നാളത്തെ അവർ അത് ഉണ്ടാക്കുന്നതും കുറച്ച് കാര്യങ്ങളൊക്കെ. ഞാൻ കുഞ്ഞമ്മീൻ്റെ റിയാക്ഷൻ ഒരു മാജിക് കപ്പിൻ്റെ ഒരു സീക്രറ്റ് എനിക്കറിയത്തില്ല. എന്നിട്ട് ഹിന്ദി മിണ്ടായിരിക്കും. എൻ്റെ റിയാക്ഷൻ നിന്റെ റിയാക്ഷൻ കാണിക്കാൻ wow. ശുങ്കുന് ഒരു കപ്പ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിയാക്ഷൻ കുഞ്ഞുമണി ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ എടുക്കണമായിരുന്നു. അത് ഞങ്ങൾ വരും ദിവസങ്ങളിൽ ആഡ് ചെയ്യാം. അഞ്ജുനെ കൊണ്ട് ഡ്യൂട്ടിക്കൊക്കെ വന്നു, അഞ്ജുനെ കൊണ്ട് ഡ്യൂട്ടിക്കൊക്കെ കൊണ്ടുവിട്ട് തിരിച്ചു വന്ന് കുഞ്ഞുമണി ഉറങ്ങി. ശുങ്കു അമ്മച്ചി അപ്പുറത്ത് പോയി കിടന്നു. 9:45. അപ്പം നാളെ കാണാം. നാളത്തെ വീഡിയോ ഈ വ്ലോഗിൽ തന്നെയാണ്. കുഞ്ഞുമണി ഉറങ്ങി. രാത്രിയിൽ ഇന്ന് നേരത്തെ ഉറങ്ങി. ഇന്ന് രാത്രി എഴുന്നേക്കാൻ 100-99% ചാൻസ് ഉണ്ട്. അതങ്ങനെയാണ് അവിടെ. നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് എഴുന്നേക്കും, അല്ലെങ്കിൽ മിക്ക സമയങ്ങളിൽ രാത്രിയിൽ എഴുന്നേക്കും അവൾ. ഇപ്പം പണ്ടത്തെ അത്രയും ബുദ്ധിമുട്ടില്ല. ഇപ്പം കുറേയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. പണ്ടൊക്കെ നമുക്ക് ഇപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഇപ്പം പാല് വേണമെന്നുണ്ടെങ്കിൽ പാലൊന്ന് പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ അത് പറയും. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് ഒഴിവായിട്ടുണ്ട്, മാനേജ് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ കരയുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പം പേടിച്ചിട്ടാണോ ഒന്നും അറിയത്തില്ലല്ലോ. എന്തായാലും ഇപ്പം അതിനൊരു സെറ്റപ്പ് ഇതുണ്ട്. രാത്രി എഴുന്നേക്കും, കരയും, അന്നേരം ചിലപ്പം പാൽ കൊടുക്കും, ചിലപ്പോൾ അമ്മച്ചി എടുത്ത് പോകണമെന്ന് പറയും. ഇവിടുന്ന് എഴുന്നേറ്റ് അമ്മച്ചി എടുത്ത് പോയിട്ട് അമ്മച്ചിയെ കണ്ടിട്ട് 2 മിനിറ്റ് കൊണ്ട് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങളുമായിട്ടുള്ള ചക്കരമുത്ത് രസമാണ്. ഇപ്പം നമ്മളില്ലാതെ ആദ്യത്തെ ഒരു 6 മാസം അവൾക്ക് 5 ഇല്ലാതെ പറ്റത്തില്ല. പിന്നെ 5 ഡ്യൂട്ടിക്ക് പോയതിന് ശേഷം നമ്മുടെ കൂടെ ആണല്ലോ കൂടുതൽ സമയം. നൈറ്റ് ഞാൻ ഡേയും 5 നൈറ്റുമാണ് ചെയ്യുന്നത്. അപ്പം 5 നൈറ്റ് എൻ്റെ കൂടെ ആണല്ലോ എപ്പോഴും കിടന്ന് ഉറങ്ങുന്നത്. അപ്പം അതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് എപ്പോഴും എൻ്റെ കൂടെ കൂടുതലുണ്ട്. എപ്പോഴും നമ്മുടെ ഒരു ഡാഡി എന്ന് പറഞ്ഞ്, പിന്നെ പെൺപിള്ളേർക്ക് അറിയാമല്ലോ, അപ്പന്മാരോട് പ്രത്യേക സ്നേഹവും കരുതലുമാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മളോട് കൂടി ഒട്ടിയിരിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാനും എൻജോയ് ചെയ്യുന്നുണ്ട്. 2 പിള്ളേരോടുകൂടി അതൊരു വല്ലാത്ത ഫീലാണ്. അപ്പം ഗുഡ് നൈറ്റ്, നാളെ കാണാം. നമ്മൾ പെസഹായിട്ട് പെസഹാപ്പം ഉണ്ടാക്കാൻ പോവാണേ. എനിക്ക് ഇന്നലെ നൈറ്റായിരുന്നു.
നൈറ്റ് കഴിഞ്ഞു, കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് 2 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് കിടന്നു, കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റു. ഇതാ പെസഹാപ്പം ഉണ്ടാക്കാൻ പോവുക. അപ്പം പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, മമ്മിയുണ്ട്, എച്ചു ഡ്യൂട്ടിക്ക് പോയേക്കും. അപ്പോൾ സ്വന്തമായിട്ട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ ഉഴുന്ന് വറുത്ത് പൊടിച്ചിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുക. എല്ലാ വർഷവും ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ രീതി ഉണ്ടല്ലോ. നമ്മുടെയൊക്കെ അങ്ങോട്ട് ഉഴുന്ന് വറുത്ത് പൊടിക്കത്തില്ല, അങ്ങനെ ക്രഷ് ചെയ്തിടും കടിക്കാൻ പാകത്തിന്. പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് പുളിക്കാത്ത പോലെ ഇൻട്രിയപ്പം അത് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഉണ്ടാക്കാം. ഉഴുന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് വറുക്കാൻ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം ഗോൾഡൻ കളർ ആവുന്ന പോലെ വറുത്തെടുക്കണം. ഉഴുന്ന് ഏകദേശം ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരിയോടെ ഒന്ന് മൂത്ത് കഴിയുമ്പം ഓഫ് ചെയ്യാം. ഉഴുന്ന് വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് ചൂടാറാൻ വെച്ചാണ്. അപ്പോൾ അരിപ്പൊടി എടുത്തേ, പുട്ടുപൊടിയാണ് കേട്ടോ ഞാനെടുത്തേ. പുട്ടുപൊടി, തേങ്ങ, ജീരകം, വെളുത്തുള്ളി. ചിലയിടത്ത് ചുവന്നുള്ളി ചേർക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചുവന്നുള്ളി ചേർക്കാറില്ല കേട്ടോ. ഞാൻ ഇത്ര സാധനം കൂടെ കുഴയ്ക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചു. ഇനി ഉഴുന്ന് വറുത്തതും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ മാവിന് കുഴച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഞാൻ ജസ്റ്റ് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പുട്ടുപൊടി ആയത് കാരണം കുറച്ച് വെള്ളം ഒന്ന് ഇതാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം കൂട്ടിയാണ് നനച്ചേക്കുന്നത്, മീൻസ് കുഴച്ചേക്കുന്നത്. ഇതങ്ങ് സെറ്റാവും അപ്പോഴത്തേക്കും, പുട്ടുപൊടി ആയതുകൊണ്ട്. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം എന്താണ്ട് ഇങ്ങനെയായേ. പിന്നെ വെള്ളം അങ്ങ് പുട്ടുപൊടിയൊക്കെ ആയ കാരണം വെള്ളം അങ്ങ് കുടിച്ചേ. അപ്പോൾ അതാണ്ട് ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആവിയിൽ ചുട്ടെടുക്കുന്നതാണ് കേട്ടോ. ഇഡ്ഡലി പാത്രം ചൂടാക്കാൻ വെച്ചു, പ്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്ലേറ്റിൽ കോരി ഒഴിച്ചിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ഇതിനെ. പെസഹാപ്പം അടുപ്പത്ത് വെച്ച് കേട്ടോ. പ്ലേറ്റിൽ കോരി ഒഴിച്ച് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ആവിക്ക് വെച്ചു. ഇനി ഇതിൽ കുരിശും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം റെഡി. പെസഹാപ്പം വേവിച്ചെടുക്കുക. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇത് ചെയ്യുന്നതൊന്നും എടുക്കാൻ പറ്റുന്നില്ലേ. മമ്മി കുഞ്ഞിനെ കൊണ്ട് മേളിലിരിക്കുകയാണ്, കാരണം അവൾ ഭയങ്കര ബഹളം ഇവിടെ കിടന്ന്. പെസഹാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശർക്കര പാനി ഉണ്ടാക്കി. അതിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് നൈസായിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അതൊന്ന് കലക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാം. കുറുകി വരുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ 1/4 പാല് ചേർക്കുക. ഞാനിപ്പോൾ നമ്മൾ ഇവിടെ മറ്റേ ക്യാനില്ലേ അതാണ് ചേർക്കുന്നത്, കാരണം എൻ്റെ അടുത്ത് തേങ്ങ ഇരിക്കുന്നില്ല. തേങ്ങാപ്പാൽ കിട്ടാൻ. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് ഇച്ചിരി ചുക്കുപൊടി ഏലക്കാപ്പൊടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാല് റെഡി. പാല് ഏകദേശം കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇതിനോട് ഒന്ന് കുറുകി കഴിയുമ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുവേ. ഇനി ഇതിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവേ. നമ്മുടെ പാല് റെഡിയായി. ഞാൻ കുരുമുളക് പൊടിയുടെ ഈ ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ചേർത്തു. വേണ്ടേ, പാല് ഓൾറെഡി സെറ്റായി. തീ ഓഫ് ചെയ്യാൻ പോവാണ്. അല്ല, നമ്മുടെ പെസഹാപ്പം റെഡിയായി, പാല് റെഡിയായി. അപ്പം ഓക്കെ. Dad, have you got my ice cream? ഐസ്ക്രീമോ? You forgot to get me my ice cream. ദുഃഖമുള്ള ഐസ്ക്രീം ഒന്നും കഴിച്ചുകൂടാ. Daddy. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. ഇവിടെ എല്ലാവരും കുളിച്ച് റെഡിയായി. ഇവിടെ പെസഹാപ്പം മുറിക്കാൻ പോവുകയാണ്. പെസഹാപ്പം റെഡിയാക്കിയിട്ടുണ്ട്. കേക്കല്ല, അത് പെസഹാപ്പം. ഇന്ന് പെസഹ വ്യാഴാഴ്ചയാ, നമുക്ക് അപ്പം മുറിക്കണ്ടേ? ആ, അമ്മച്ചി ശുങ്കും കുഞ്ഞുമണിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുമണിയുടെ നിക്കറുണ്ടോ? പാവാട. നമ്മള് പെസഹ വ്യാഴാഴ്ച അപ്പം മുറിക്കാൻ പോവാണ്. ഒരു ഷാള് തലയിലിട്ടപ്പോ കുഞ്ഞുമണിക്ക് ഷാള് വേണോന്ന്. ആ, അമ്മച്ചി ഷാൾ എടുക്കാൻ വേണ്ടി. അത് കുഞ്ഞുമണിയും അല്ല അമ്മയും അത് മാറ്റി അമ്മച്ചി മറപ്പുസ്തകന്മാരുമായ ഭക്ഷണത്തിനായിരുന്നു അവനവരോട് ഞാൻ കഷ്ടാനുഭവിക്കുമ്പോൾ പെസഹ നിങ്ങളോട്. നമ്മള് അപ്പമൊക്കെ മുറിച്ച് കഴിക്കുകയാണ്.
ആണ്ടെ കുഞ്ഞുമണി ടേസ്റ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. കുഞ്ഞുമണിക്ക് അങ്ങോട്ട് ഡാഡിയെ നോക്കണം. ഡാഡിയെ ആരാണ്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്ക്. ഇപ്പോൾ പെസഹ വ്യാഴാഴ്ച ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. 9 മണിയല്ല 10 മണിയായി. ഇപ്പം മാറ്റാം.